അവിട്ട നക്ഷത്രക്കാർ പൊതുവെ ലീഡർഷിപ്പ് സ്വഭാവമുള്ളവരാണ്. അവരങ്ങനെ ആരും മുന്നിലും താഴ്ന്നു കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. പണം, അധികാരം, സ്റ്റാറ്റസ് എന്നിവയുടെ നല്ല ആകർഷണമുള്ളവരാണ്. സംസാരത്തിൽ നല്ല ആത്മവിശ്വാസം, ചിലപ്പോൾ അഹങ്കാരവും നല്ല രീതിയിൽ കാണാം. വേഗത്തിൽ തീരുമാനം എടുക്കുന്നവരാണ്. അപകടം ഏറ്റെടുക്കാൻ തയ്യാറുമാണ്. കൂട്ടത്തിൽ നേതാവാകാൻ നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ട്. സംഗീതം, നൃത്തം, സ്പോർട്സ് എന്നിവയിൽ നല്ല കഴിവുണ്ട്. ഒറ്റ വാക്കിൽ പറയാൻ പവർ പ്ലസ് മണി പ്ലസ് ഫെയിം ആഗ്രഹിക്കുന്ന നക്ഷത്രം തന്നെയാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് പൈസ വരാനുള്ള യോഗം ശക്തമാണ്. പക്ഷേ വരുമാനം ഉയർന്നതും താഴ്ന്നതുമായ ഘട്ടങ്ങൾ എപ്പോഴും ഉണ്ടാവും. പെട്ടെന്ന് പണം വരും, പെട്ടെന്ന് ചെലവും ചെയ്യും. ശേഖരിക്കാൻ പഠിച്ച വലിയ സമ്പത്താണ്. അനുയോജ്യമായ മേഖലകൾ ബിസിനസ്, സിനിമ, സംഗീതം, മീഡിയ, സ്പോർട്സ്, റിയൽ എസ്റ്റേറ്റ്, പോലീസ്, മിലിറ്ററി, രാഷ്ട്രീയം, ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നന്നായിട്ട് പറ്റും. അവിട്ട നക്ഷത്രക്കാർ പൊതുവെ ഡൊമിനൻ്റ് നേച്ചർ ആയതുകൊണ്ട് ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം. സ്നേഹത്തിൻ്റെ പാഷൻ കൂടുതലാണ്. സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പങ്കാളിയെ ഇഷ്ടപ്പെടില്ല. വിവാഹത്തിന് ശേഷം കരിയർ ഫോക്കസ് എന്തായാലും വർദ്ധിക്കും. ഈഗോ നിയന്ത്രിച്ചില്ലെങ്കിൽ ബന്ധം എന്തായാലും തകരും. മൃദു സ്വഭാവമുള്ള, മനസ്സിലാക്കുന്ന പങ്കാളിയെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങൾക്ക് അഹങ്കാരം കൂടുതലാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവമുണ്ട്. ഈഗോ ക്ലാഷസ്, പണം കൈവിട്ടു പോകുന്ന സാഹചര്യം, ഞാൻ മാത്രമേ ശരി എന്ന ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ദോഷം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ ചൊവ്വാഴ്ച ഹനുമാൻ ആരാധന എന്തായാലും നല്ലതാണ്. ചുവന്ന പുഷ്പം, ചുവന്ന വസ്ത്രം ദാനം ചെയ്യലൊക്കെ നല്ലതാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ യോഗ, മാർഷൽ ആർട്സ് എല്ലാം അനുയോജ്യമാണ്. സംഗീതം അല്ലെങ്കിൽ ഹൃദയാധിഷ്ഠിത പ്രവർത്തനങ്ങളെല്ലാം എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. പണം, പ്രശസ്തി, ശക്തി ഇവ നേടാൻ ജനിച്ച നക്ഷത്രം തന്നെയാണ്. ശരിയായി ഉപയോഗിച്ച നിങ്ങളുടെ കഴിവ് ശരിയായി ഉപയോഗിച്ച രാജയോഗ, നേതൃത്വം, പേര് എല്ലാം വരും. തെറ്റായി ഉപയോഗിച്ച വീഴ്ചയും വരും. ബന്ധ തകരാറും എന്തായാലും ഉണ്ടാവും. അവിട്ട നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. പിന്നീട് ഒരിക്കലും എന്തായാലും പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്.